പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ പരാജയം അപ്രതീക്ഷിതമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി. സ്ഥാനാർത്ഥി പ്രതിനിധീകരിച്ച മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ജനപ്രതിനിധി ആയിട്ട് പോലും ശക്തി തെളിയിക്കാൻ കഴിയാതിരുന്നത് ആശ്ചര്യമുളവാക്കുന്നതാണെന്നും മുസ്ലിം ലീഗ്. കേരളത്തിൽ UDF തരംഗം ആഞ്ഞുവീശിയ ഘട്ടത്തിലാണ് UDFന് ഏറെ സ്വാധീനമുള്ള പട്ടാമ്പിയിൽ പരാജയം സംഭവിച്ചത്. UDFന് അനുകൂലമായ ഭേദപ്പെട്ട ലീഡ് നില കൈവരിക്കാനായത് തിരുവേഗപ്ര പഞ്ചായത്തിൽ നിന്ന് മാത്രമാണ്. UDF ശക്തി തെളിയിച്ച പ്രദേശങ്ങൾ മുസ്ലിം ലീഗ് സ്വാധീനമുള്ള മേഖലകളാണ്. UDF മണ്ഡലം എന്ന നിലയിൽ പട്ടാമ്പി ജില്ലയിൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ ആദ്യ നിരയിൽ തന്നെ പട്ടാമ്പി ഉണ്ടായിരുന്നു. പട്ടാമ്പിയിൽ എന്നിട്ടും ജയം ഉറപ്പിക്കാൻ കഴിയാതെ വന്നത് UDF നേതൃത്വം പരിശോധിക്കണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കം മുതലേ UDF സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപക പ്രചാരണങ്ങൾ സമൂഹമാധ്യമങ്ങളിലും അല്ലാതെയും നടന്നിരുന്നു. പണം നൽകിയാണ് സീറ്റ് തരപ്പെടുത്തിയത് എന്ന രീതിയിലായിരുന്നു പ്രചാരണം. അതിലെ തെറ്റിദ്ധാരണ മാറ്റാനായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന TP ഷാജി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് V4 പട്ടാമ്പി എന്ന സംഘടനയുണ്ടാക്കി UDFനെ പരാജയപ്പെടുത്തിയതിലും ഭരണം നഷ്ടപ്പെടുത്തിയതിലും TP ഷാജിയുടെ പ്രവർത്തകർക്കുണ്ടായിരുന്ന അകൽച്ച മാറിവരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷന് തൊട്ടുമുമ്പ് മാത്രമാണ് TP ഷാജി കോൺഗ്രസിന്റെ ഭാഗമായതും മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചതും ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതും. ഉടൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകിയത് ശരിയായില്ല എന്ന അഭിപ്രായത്തിലായിരുന്നു UDF പ്രവർത്തകരിൽ ഏറെയും. പ്രവർത്തകരിലെ ഷാജി വിരുദ്ധത മാറ്റിയെടുക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലൊഴികെയുള്ള പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥി അപരിചിതനായതും ജയസാധ്യത കുറച്ചു. 10 വർഷമായുള്ള MLA തന്നെ LDF സ്ഥാനാർത്ഥിയായപ്പോൾ പുതുമുഖമായ UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും അപരിചിതനായിരുന്നു. UDF കേന്ദ്രങ്ങൾ വലിയ പിന്തുണ നൽകിയപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടമായി. ഓങ്ങല്ലൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ SDPI വോട്ടുകളും LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കിട്ടി. 2021 മത്സരിച്ച റിയാസ് മുക്കോളി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണം വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാനഘട്ടത്തിൽ റിയാസ് മുക്കോളി സ്ഥാനാർത്ഥിയല്ലാതിരുന്നത് അങ്ങനെ ആഗ്രഹിച്ച വലിയൊരു വിഭാഗം പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കി. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേതൃപരമായ ഇടപെടലുകൾ കുറഞ്ഞതും ചേരിതിരിവുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടി. അപ്പോഴെല്ലാം മുസ്ലിം ലീഗ് സ്വാധീന മേഖലകളാണ് UDFന് കൂടുതൽ ലീഡ് നൽകിയവയിൽ ഏറെയെന്നും നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പിയിലെ പരാജയ കാരണം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുവാൻ ജില്ലാ UDF കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു.